ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10th പ്രിലിംസ് എക്സാമിലെ ഇന്ത്യൻ ജിയോഗ്രഫി ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT NCERT പാഠഭാഗങ്ങളാണ്. അപ്പോൾ സ്റ്റേജ് 1-ൽ ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേജ് 2 നടന്നിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ ജിയോഗ്രഫിയാണ് നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുകയാണെന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇന്ത്യൻ ജിയോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നടന്ന സ്റ്റേജ് 1-ൽ നടന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണ്. NCERTയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് സ്റ്റേജിലത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? നമുക്ക് നോക്കാം എവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന്. ക്ലിയർ ആണോ എന്നറിയില്ല. +1-ലെ ടെക്സ്റ്റ് ബുക്കാണ്. +1-ലെ ജിയോഗ്രഫി ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് രണ്ടാമത്തെ പാർട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതിലെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, നോക്കിയേ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന മിസോറാം എന്താണ്? കണ്ടോ, മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന അപ്പോൾ എന്താണ്? മിസോറാം ആണ് മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. കുറച്ച് ഡീപ്പായിട്ടുള്ള ഇതാണ്. അതായത് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. NCERT ആണ്. SCERT പോലെ കറക്റ്റ് പോയിൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ നമ്മളെന്താ പാരഗ്രാഫായിട്ട് വായിച്ച് പോകേണ്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇതാണ്, മിസോറാം സംസ്ഥാനമാണ്. ക്ലിയർ ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന മിസോറാം മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ്. പിന്നെ നാഗാലാൻഡിനെ കുറിച്ച് എന്താ പറയുന്നത്? നാഗാലാൻഡിൻ്റെ മിക്ക നദികളും ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മാഗ്നയുടെ പോഷക നദിയായ ബരക്ക് നദിയുടെ പോഷക നദികളാണ്. ചോദിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ജിയോഗ്രഫി, ഈ ഒരു ചാപ്റ്റർ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്ററിൽ നിന്നാണ് നന്നായി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ആ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? നാഗാലാൻഡിലെ മിക്ക നദികളും ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണെന്ന് മനസ്സിലായി. മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മാഗ്നയുടെ പോഷക നദിയായ ബരക്ക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള നദികൾ മ്യാൻമറിലെ ഐരാവതി നദിയുടെ പോഷക നദിയായ ചിന്തുവിൻ നദിയുടെ പോഷക നദികളാണ്. പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് മിസോറാമാണ്. അതുപോലെ തന്നെ മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മാഗ്നയുടെ പോഷക നദിയായ ബരക്ക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള നദികൾ മ്യാൻമറിലെ ഐരാവതി നദിയുടെ പോഷക നദിയായ ചിന്തുവിൻ നദിയുടെ പോഷക നദികളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഇതും ഡയറക്റ്റ് NCERT തന്നെയാണ്. നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ തന്നെ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലാണ് ഈ ഹിമാലയത്തിൻ്റെ, ഈ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്ന ഈ ഭൂവിഭാഗം കാണപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. സിന്ധു, ഗംഗ എന്നീ 2 നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട നീരൊഴുക്കുകൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും അറിയപ്പെടുന്നു. കാണുന്നുണ്ടോ? ഈ ഭാഗം, ഈ പ്രദേശം ഉത്തരാഖണ്ഡ് ഹിമാലയം എന്താണ്? പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ, അതായത് നദികളുടെ സംഗമസ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ പഞ്ചപ്രയാഗങ്ങൾ ഈ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പഞ്ചപ്രയാഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഏത് ഹിമാലയത്തെയാണ്? ഉത്തരാഖണ്ഡിലെ ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തെയാണ്. ക്ലിയർ ആണല്ലോ. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? ഏതാണ്? രാക്കാസ് ആണ് ഹിമാലയത്തിലെ ലവണജല തടാകം. നമുക്ക് നോക്കാം. 11th ക്ലാസ്സിലെ ആ ചാപ്റ്ററിൽ, 3-ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് രാക്കാസ് തടാകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലവണജല തടാകം എന്ന് പറയുന്ന ഇത് കാണിച്ചിട്ടില്ല. എന്നാലും രാക്കാസ് തടാകത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. തിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്ത് 4555 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാക്കാസ് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി അവിടെ ലെങ്ചൻ ഖംബാബ് എന്ന് വിളിക്കപ്പെടുന്നു. ഗബ്ബാബ് എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ സത്ലജ് നദി ഉത്ഭവിക്കുന്നത് അപ്പോൾ ഈ സത്ലജ് നദി ഉത്ഭവിക്കുന്നത് ഈ രാക്കാസ് തടാകത്തിൽ നിന്നാണെന്നാണ് ഇവിടെ പറയുന്നത്.
നെക്സ്റ്റ് യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്, ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്ന എവിടെയാണ്? ധാർവാർ ശിലകളിലാണ്. അത് പ്ലസ് ടു കാർക്ക് പഠിക്കാനായിട്ടുള്ളതിലാണ് കേട്ടോ. പ്ലസ് 2 ജോഗ്രഫിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വൂലാർ ആണ്. നെക്സ്റ്റ് സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്, ഇതാണ് അമാൻ സേതുവിനെയാണ് സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്. ഇതാണ് അമാൻ സേതുവാണ്. അപ്പോൾ ഇത് കാശ്മീരിലെ ശ്രീനഗറിനെയും അതുപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ മുസാഫർബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ ഈ അമാൻ സേതു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഏതാണ്? ഓപ്ഷൻ സി ആണ്, പീർപാഞ്ചൽ പാതയാണ്. പീർപാഞ്ചൽ പാത എന്ന് പറയുന്നത് നമുക്ക് പീർപാഞ്ചൽ പർവ്വതനിരകളിലൂടെയാണ് ഈ ഒരു വലിയ തുരങ്ക റെയിൽപാത കടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിനേക്കാളും കുറച്ചുകൂടി, അതായത് ഈ പീർപാഞ്ചൽ പാതനേക്കാളും കുറച്ചും കൂടി വലിയ ഒരു തുരങ്ക റെയിൽപാത വന്നിട്ടുണ്ട്. അപ്പോൾ അതിനത് ക്യാൻസൽ ചെയ്യുമെന്നറിയില്ല. എന്തായാലും ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. നമ്മുടെ ഓപ്ഷനിൽ പീർപാഞ്ചൽ പാതയാണുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെന്താണ്? പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? ഷാഹി പാതയാണ്. അപ്പോൾ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉണ്ടല്ലോ, അതിൻ്റെ പഴയ പേരാണ് ഷാഹി പാത എന്ന് പറയുന്നത്. അപ്പോൾ ഷാഹി പാതയാണ് പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത. നെക്സ്റ്റ്, എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ദിഗ്ബോയ് ആണല്ലേ, ദിഗ്ബോയ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെയെല്ലാം പൂർണ്ണമായ ചുമതലയുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെയെല്ലാം പൂർണ്ണമായ ചുമതലയുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് 10ാം ക്ലാസ്സിലെ പഴയ CRT 6ാമത്തെ ചാപ്റ്റർ ആകാശ കണ്ണുകളും അതുപോലെ തന്നെ എന്താണ് അറിവിൻ്റെ വിശകലനം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് വിദൂര സംവേദനം ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം 1924 ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചു. 1966 ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിതമായി. പിന്നീട് ഈ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എന്നായി മാറി. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എന്നായിട്ട് പിന്നീട് മാറി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നോക്കി നോക്കിയേ. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ മുമ്പ് NRSA എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭാരതീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO, ബഹിരാകാശ വകുപ്പ്, സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എന്നീ സ്ഥാപനങ്ങൾ ബഹിരാകാശ സാങ്കേതികവിദ്യ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നു. ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെയെല്ലാം പൂർണ്ണമായ ചുമതല ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിനാണ്. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ എവിടെയാണ്? ഹൈദരാബാദിലാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെയെല്ലാം പൂർണ്ണമായ ചുമതല ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിനാണ്. കണ്ടോ, ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയല്ലേ അവിടെ വന്നിരിക്കുന്നതല്ലേ? ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൈദരാബാദ്. സെയിം തന്നെ അല്ലേ? നെക്സ്റ്റ്, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്?
പടിഞ്ഞാറൻ തീരസമതലമാണ് അല്ലേ, പടിഞ്ഞാറൻ തീരസമതലമാണ്. ഇതും 10ാം ക്ലാസ്സിലെ പഴയ CRT ചാപ്റ്ററാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. 6ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് 7ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത് വരുന്നത്. അതിൽ നമുക്ക് കറക്റ്റായിട്ട് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ പുതിയ CRT ചാപ്റ്ററിൽ 9ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്ററിൽ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ അല്ലേ. ആ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പടിഞ്ഞാറൻ തീരസമതലം എന്നാണ്, അത് ടേബിളായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ എന്താണ് തീരസമതലങ്ങളിലൂടെ എന്നാണ് ചാപ്റ്റർ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പടിഞ്ഞാറൻ തീരസമതലത്തിലെ ഓരോന്നും, ഇപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് ഗുജറാത്ത് തീരസമതലം വരുന്നത്, അതുപോലെ തന്നെ കൊങ്കൺ തീരസമതലം വരുന്നത്. ഇതെല്ലാം ഓരോന്നിനും ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്രയ്ക്കും ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇറങ്ങി വെച്ചിരിക്കേണ്ടത് പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. താരതമ്യേന വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ ഇതിനെ തരംതിരിക്കാം. ഏതിനെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തെ. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തെ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യാം? ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. അതുപോലെ തന്നെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് അല്ലേ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. താരതമ്യേന എന്താണ്? വീതി കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ എന്താണ് വീതി കുറവാണല്ലേ, വീതി കുറവാണ്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അറബിക്കടലിനും പശ്ചിമഘട്ടം, ഇതാണ് അറബിക്കടൽ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. പിന്നെ റാൻ ഓഫ് കച്ച് മുതൽ എവിടെയാണ്? ഗുജറാത്തിൻ്റെ ഭാഗത്താണ് റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടു കിടക്കുന്നത്. താരതമ്യേന വീതി കുറവാണ്. ഇവിടെയാണ് എന്തൊക്കെയുള്ളത്? ഗുജറാത്ത് തീരസമതലമുണ്ട്, കൊങ്കൺ തീരസമതലമുണ്ട്, അതുപോലെ തന്നെ മലബാർ തീരസമതലം കാണപ്പെടുന്നു. പിന്നെ കായലുകളും മഴമുഖങ്ങളും കാണപ്പെടുന്നു എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഇനി നെക്സ്റ്റ് കിഴക്കൻ തീരസമതലം നോക്കുകയാണെന്നുണ്ടെങ്കിലോ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? കിഴക്കൻ തീരസമതലം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം പറഞ്ഞു അറബിക്കടലിനും അതുപോലെ തന്നെ പശ്ചിമഘട്ടം ഈ ഭാഗത്തായിട്ടുണ്ടാവും. പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ബംഗാൾ ഉൾക്കടലിനും അതുപോലെ തന്നെ എന്താണ് പൂർവ്വഘട്ടത്തിനും ഇടയിൽ കാണപ്പെടുന്നതാണ് എന്ത്? കിഴക്കൻ തീരസമതലം. ഈ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. സുന്ദരവന പ്രദേശം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാവും അല്ലേ. ഈ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. വീതി താരതമ്യേന കൂടുതലാണ്. നമുക്ക് ഈ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കില്ല. താരതമ്യേന എന്താണ്? വീതി കൂടുതലാണ്. മറ്റേ വെച്ച് നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. കോറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരഞ്ഞെടുക്കാം. എന്താണ്? കോറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഡെൽറ്റ രൂപീകരണം നടക്കുന്ന എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിലാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നു. വീതി നോക്കുകയാണെങ്കിൽ കൂടുതലാണ്. കോറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത്? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? NW3 ദേശീയ ജലപാത 3 ആണ്. അപ്പം ഇതായിരുന്നു CRT. അപ്പോൾ പുതിയ CRTയിൽ 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഗതാഗതം. അപ്പോൾ ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. അപ്പോൾ എന്താണ്? 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ ഏതൊക്കെയാണ്? NW3യും അതുപോലെ തന്നെ കനോലി കനാലുമാണ്. അപ്പോൾ NW3 കണക്ട് ചെയ്യുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് അല്ലേ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ജലപാത നമ്പർ 3 വരുന്നത്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കനോലി കനാൽ വരുന്നത്. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നത് വരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. എന്താണ് കനോലി കനാൽ?
ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്നറിയപ്പെടുന്നത്. പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ജലഗതാഗത മാർഗത്തെയാണെന്ന് പറയുന്നത് ഈ കനോലി കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ പാർവതി പുത്തനാറും പഠിച്ചു വെച്ചിരിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ വേളി കടനാംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലെ വേളി കടനാംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. നെക്സ്റ്റ്, കർണാടകത്തിലെ ആണവോർജ്ജ നിലയം ഏത്? കർണാടകത്തിലെ ആണവോർജ്ജ നിലയം ഏതാണ്? കൈകിയാണ്. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത്. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹിമാനികൾ. ആ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഹിമാലയത്തിൻ്റെ നെറുകിൽ എന്നാണ് അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ഒരു പോയിൻ്റാണ് നോക്കി, താഴ്വരകളിൽ എക്കൽ മണ്ണിന് നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് നേർത്ത മണ്ണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. അപ്പോൾ എന്താണ്, താഴ്വരകളിൽ എക്കൽ മണ്ണിന് നിക്ഷേപമായിട്ടാണ് ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. എക്കൽ മണ്ണാണ് താഴ്വരകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2 സ്റ്റേജിലും നടന്നിട്ടുള്ള SCERT ചാപ്റ്റർ, 2 സ്റ്റേജിൽ നടന്നിട്ടുള്ള